ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ രാഘവൻ എന്തായാലും വർഷയെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം തന്നെ കുറേ കാര്യങ്ങൾ ശ്രീനാഥിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവൾ ശ്രീനാഥിൻ്റെ കൂടെ പോകും. അപ്പോൾ വിവേക് ഇവിടെ തനിച്ചാവും. എന്തായാലും ശ്രീയേട്ടനോടാണ് ഇവൾക്ക് കൂടുതൽ താല്പര്യം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അഞ്ജുവും അതുപോലെ തന്നെ അബിയും അത് നല്ല പോലെ എതിർക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, പിന്നെ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു സഞ്ചി അബിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇത് പിടിച്ചതെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ അതിൽ നിന്ന് കുറച്ച് ഭസ്മമൊക്കെ എടുത്തതിന് ശേഷം തന്നെ നമ്മുടെ വർഷയുടെ മുഖത്തും നെറ്റിയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അയാളുടെ തലയിൽ കൂടെയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇയാൾ എന്തീ കാണിക്കുന്നത്, അങ്ങളെ മതി എന്നൊക്കെ അഞ്ചു പറയുന്നുണ്ട്. പക്ഷേ അയാൾ വീണ്ടും വീണ്ടും അതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാനായിട്ട് നോക്കുമെന്ന് പറയുന്നു. അഞ്ജു, നീ അന്ന് വന്നപ്പോൾ ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല, ഇതെൻ്റെ ഗുരു എനിക്ക് തന്നതാണെന്ന് പറയുന്നുണ്ട്. ഏത് ഗുരുവിൻ്റെ കാര്യമാണ് താൻ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതായത് അതൊക്കെ ഒരു ഗുരു ഉണ്ട് എനിക്ക്, അയാളാണ് വർഷമോൾക്ക് വേണ്ടി ഇത് തന്നു വിട്ടതെന്നൊക്കെ പറഞ്ഞ് അയാൾ നല്ല അഭിനയമാണ് കേട്ടോ. അതിനുശേഷം തന്നെ വിവേകിനെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. വിവേക് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. രാഘവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രീനാഥ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവേകിനെ അവൾ മറന്നു പോകും എന്നൊക്കെ രാഘവൻ പറയുമ്പോഴത്തേനും വിവേക് അതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് കേട്ടോ. അഥവാ ശ്രീയേട്ടനാണ് അവളുടെ മനസ്സിലുണ്ടെങ്കിൽ അവൾ എന്നെ മറന്നിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അപ്രതീക്ഷിതമായി വർഷ മുന്നിൽ കാണുന്നത് പോലെ വിവേകിന് തോന്നുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം തന്നെ വർഷ പറയുന്നുണ്ട്, വിവേക് എന്തൊക്കെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, കാരണം വിവേകിനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ജീവിതകാലം മുഴുവൻ വിവേക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു കേട്ടോ. വിവേകാണെങ്കിൽ വർഷയെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് വർഷ അപ്രതീക്ഷിതമായി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ രാഘവനെയും ആരതിയും അതുപോലെ ശരത്തിനെയും കാണിക്കുന്ന കേട്ടോ. രാഘവനെ എങ്ങനെയെങ്കിലും കൈക്കലാക്കാനായിട്ട് നോക്കുകയാണ് ആരതിയും അതുപോലത്തെ ശരത്തും. അതിനുശേഷം തന്നെ അയാളെ സോപ്പിട്ട് നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ശ്രീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശ്രീയുടെ കൂടെ ചിലപ്പോൾ വർഷയ്ക്ക് പോകണമായിരിക്കും, അയാളായിരിക്കും ശ്രീയുടെ മനസ്സ് മൊത്തം. അതുകൊണ്ട് തന്നെ വിവേകുമായിട്ടുള്ള കല്യാണമാണ് നമുക്ക് നടത്തേണ്ടത്. അതിനു വേണ്ടി തന്നെ അവൾ വിവേകിനെ മാത്രം സ്നേഹിച്ചാൽ മതി, സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറയുന്നു. അങ്ങനെ സ്ത്രീയുടെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വർഷയ്ക്ക് ഓർമ്മ തിരിച്ച് കിട്ടിയാലോ എന്ന് പേടിച്ചിട്ടാണ് ശരത്തും ആരതിയും കൂടി അങ്ങനെ പറയുന്നത്. പക്ഷേ അത് രാഘവന് അറിയില്ല. അതായത് വിവേകിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. എന്തായാലും വിവേക് മോനും വർഷയും തമ്മിൽ വിവാഹം മാത്രമേ നടത്തുള്ളൂ, ഞാൻ അതിനെ സമ്മതിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അയാൾ നിൽക്കുന്നുണ്ട്. എന്തായാലും ശ്രീനാഥിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ നമ്മുടെ ശിവയാണെങ്കിൽ കുറച്ച് ആലോചനയിലാണ്. അപ്പോൾ അഞ്ചു ആണെങ്കിൽ ആ വണ്ടിയൊക്കെ കഴുകി തുടയ്ക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ഡ്രഗ്സ് പിടിച്ചിട്ടുള്ള കുറച്ച് കേസസ് ഉണ്ടല്ലോ, അതായത് ടീച്ചേഴ്സിൻ്റെ, അതൊക്കെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശിവ ചോദിക്കുന്നുണ്ട്, ശിവയോട് അഞ്ചു ചോദിക്കുന്നുണ്ട്, എന്നാ ജേർണലിസ്റ്റ് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. അത് പിന്നെ ഒരു കാര്യമുണ്ട്, കാരണം റോബിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, എല്ലായ്പ്പോഴും വർഷയെ പരിശോധിക്കാനൊക്കെ വരുന്നുണ്ട്, റോബിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ലല്ലോ, അയാളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുന്നു. അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് വഴി എന്താ, നമുക്ക് ചേച്ചിയോടും ചേട്ടനോടും അതായത് ശരത്തിനോടും മാരുതിയോടും ചോദിച്ചാൽ പോലെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതും ശരിയാണ്, എന്നാൽ ഞാൻ ഇപ്പം തന്നെ പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രണ്ടുപേരും കൂടി പോകുന്നു, അതായത് ശിവ പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ ചർച്ച ചെയ്യുന്നത് ഡ്രഗ്സ് ഇപ്പോൾ വളരെയധികം പ്രശ്നമായിട്ട് കൊണ്ടുവരികയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് കേസ് എത്രയും പെട്ടെന്ന് വരും എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് കേസ് പിടിക്കപ്പെടുന്നുണ്ട്. നമ്മളിനിയിപ്പോൾ ഇത് അഞ്ജുവിൻ്റെ അടുത്ത് കൊടുത്തു വിടുന്നത് അത്ര സേഫ് ആണോ എന്നൊക്കെ ആരതി ചോദിക്കുന്നുണ്ട്. എത്ര കാലമായി നമ്മളിത് തുടങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ ഇത് പിടിക്കപ്പെടില്ല. പിന്നെ അഞ്ജുവാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായും പിടിക്കപ്പെടില്ല. ആരതിക്ക് നല്ല പേടിയുണ്ട്, നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇത് നിർത്തി വെച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇത്രയും കാലമായി തുടങ്ങിയിട്ട് ഇനി എന്തായാലും നമ്മളെന്തായാലും പിടിക്കപ്പെടില്ല, പോലീസ് കേസും പിടിക്കപ്പെടില്ല എന്നൊക്കെ പറയുന്നത് ശിവ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ശിവ വരുന്നുണ്ട്, അതൊന്നും മൈൻഡാക്കുന്നില്ല. ആ സമയത്ത് എന്താ നിങ്ങൾ പോലീസ് കേസിനെ കുറിച്ചൊക്കെ പറയുന്നത്? അല്ല, ഇപ്പം ന്യൂസിലൊക്കെ കണ്ടില്ലേ, ഡ്രഗ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു. അത് ശരിയാണ്, പിന്നെ എനിക്കൊരു സംശയമുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ശിവയ്ക്കുള്ള സംശയം? അത് പിന്നെ റോബിനെ കുറിച്ചാണ്. റോബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ചോദിക്കുമ്പോഴത്തേക്കും ശരത്തിന് നല്ല ഡൗട്ടാവുന്നുണ്ട്. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, വർഷയെ ചികിത്സിക്കാൻ വന്ന ഡോക്ടറല്ലേ,
അപ്പോൾ റോബിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിക്കൊള്ളാമെന്നുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് എപ്പോഴും പരിചയമുള്ള നല്ല ഡോക്ടറാണ്. കാരണം അയാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ പേഴ്സണലി ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. നല്ലൊരു വ്യക്തിയാണ്. അതിന് കൊടുത്തല്ലേ ശരത്ത് ഏത് മരുന്ന് കൊടുത്താലും അത് ഫലിക്കുന്നത് പോലെയാണെന്നൊക്കെ പറയുന്നു. അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശരത്തിന് നല്ല സംശയമാവുന്നുണ്ട്. ശിവയ്ക്ക് എന്താ ഇങ്ങനെ സംശയം തോന്നാൻ കാരണം എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആരതിയും. അതുപോലെ തന്നെ ശരത്തും. അതിനുശേഷം തന്നെ വീണ്ടും അഭിയാണെങ്കിലും ശ്രീനാഥിനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. പക്ഷെ എന്ത് ചെയ്യാനാ, ശ്രീനാഥിനെ കിട്ടാനും വഴി. കാവേരി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ അഭി നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ശ്രീനാഥിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല എന്ന് പറയുന്നു. അയാളുടെ അമ്മയുടെ നമ്പർ വർഷയുടെ ഫോണിലുണ്ട്. എന്നിട്ട് എന്ത് കാര്യം, ആ നമ്പർ ഇപ്പം നിലവിലില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ കാവേരിക്ക് കുറച്ച് സമാധാനമായി. അഥവാ ശ്രീനാഥിനെ മുന്നിൽ കൊണ്ടുവന്നാൽ വർഷയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ എന്നുള്ള പേടിയാണ് കാവേരിക്കും ബാക്കിയുള്ളവർക്കും. പിന്നെ ഞാനേ അഞ്ജുവിനെ ഒന്ന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അഭി പോയിക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ റോബിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ സംസാരിക്കുന്നത് അഭിക്കും അതുപോലെ ഇവിടെ എല്ലാവർക്കും ആ ഒരു ശ്രീനാഥിനെ വർഷയുടെ മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ആഗ്രഹം. അയാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വർഷയുടെ ഓർമ്മ തിരിച്ച് കിട്ടിയേക്കാമെന്ന് പറയുന്നു. ഒരിക്കലുമില്ല, അതിന് മുന്നേ വർഷയുടെ ഓർമ്മ നമ്മൾ നശിപ്പിച്ച് കളയില്ലേ എന്ന് ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് തൻ്റെ കയ്യിൽ ഞാൻ ആ മരുന്ന് കൊടുത്തു വിട്ടിട്ടില്ലേ, അത് വർഷയിൽ ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് പറയുന്നു. എന്തായാലും ഞാനത് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കാവേരി ആണെങ്കിലോ ആ ഒരു മരുന്ന് പെട്ടെന്ന് അഭി പോയ തക്കത്തിൽ ആ മരുന്ന് എടുത്തിട്ട് നമ്മുടെ വർഷയിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാവം വർഷ അതൊന്നും അറിയുന്നില്ല. എന്ത് ചെയ്യാനാണ്, തനിക്കൊന്ന് അനങ്ങാനോ പറയാനോ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടി ഒരു ദിവസം പൂട്ടാമായിരുന്നു. പക്ഷേ അത് നടക്കില്ല. ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ചും തന്നെ വർഷ കിടക്കുകയാണ്. അതിനുശേഷം വീണ്ടും അഞ്ജുവും അതുപോലെ തന്നെ അഭിയും കൂടി നിന്ന് ആലോചിക്കുകയാണ് കേട്ടോ. ശ്രീയേട്ടനെ എങ്ങനെയും കൊണ്ടുവരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ, ഞാൻ കുറേ ട്രൈ ചെയ്തു, നമ്പറിലൊന്നും കിട്ടുന്നില്ല, അവരുടെ അമ്മയെ വിളിച്ചു, അതും കിട്ടുന്നില്ല എന്നൊക്കെ നമ്മുടെ അഭി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, വർഷയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ശ്രീയേട്ടൻ വരണമായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്താലോ, വർഷയുടെ ശ്രീയേട്ടൻ്റെ ഓർമ്മകളെക്കുറിച്ചും ഫോട്ടോകളെക്കുറിച്ചും ശ്രീയേട്ടൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്നൊക്കെ രീതിയിൽ നമുക്കൊന്ന് സംസാരിച്ച് നോക്കിയാലോ. ചിലപ്പോൾ അവിടെ ആ ഓർമ്മയിൽ ചിലപ്പോൾ ശ്രീനാഥിൻ്റെ രൂപം ഉണ്ടെങ്കിൽ അത് തെളിഞ്ഞു വരില്ലേ. അപ്പോൾ അവളുടെ ആഗ്രഹം അത് തന്നെ ആയിരിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീയുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവളുടെ മനസ്സിൽ സ്ത്രീയെക്കുറിച്ചുള്ള ചിന്ത ഉണരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ആലോചിക്കാവുന്ന ഒരു ബുദ്ധിയാണെന്ന് അഭിയും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ അഞ്ജു പറയുന്നുണ്ട്, ഇതാ ശ്രീയേട്ടൻ നിന്നെ കാണാൻ വരുന്നുണ്ട് അത്രേ. മാത്രമല്ല ഞങ്ങൾ ശ്രീയേട്ടനെ കണ്ടു, എന്നിട്ട് നിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. നീ ശ്രീയേട്ടനെക്കുറിച്ച് ചോദിച്ചതൊക്കെ ശ്രീയേട്ടനോട് പറഞ്ഞപ്പോൾ ആൾക്ക് ഒത്തിരി തന്നെ സന്തോഷമായി എന്നൊക്കെ അഞ്ജു പറയുന്നു. ഇതേ നോക്ക്, ശ്രീയേട്ടൻ നിന്നോട് സംസാരിക്കുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വർഷയുടെ മുഖത്ത് നോക്കിയിട്ട് അഞ്ജു അഭിയും കൂടി ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, വർഷയ്ക്ക് ഒരു മാറ്റവും അതിൽ കാണുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഉള്ള ഓർമ്മയും കൂടി നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ആ ഒരു മരുന്ന് വർഷയിൽ ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ. അല്ലാതെ ഇപ്പോൾ രക്ഷയൊന്നുമില്ലല്ലോ വർഷയ്ക്ക് ബോധം തിരിച്ചു വരാൻ. പക്ഷേ യാമിനി വന്നാൽ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ തെളിയുമെന്ന് ഉറപ്പാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ അവസ്ഥയായിരിക്കില്ലല്ലോ നാളെ. എന്തായാലും ചില മാറ്റങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.